يأكلوا ويتمتعوا ويلهيهم العمل فسوف يعلمون. നബിയേ, എത്ര പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരെ ഉപേക്ഷിച്ച് കളയണം നബിയേ. ഇനി അവരോട് പറയണ്ട നബിയേ, അവര് തിന്നട്ടെ, അവര് കുടിക്കട്ടെ, അവര് സുഖിക്കട്ടെ, അവര് രസിക്കട്ടെ, അവര് നമിക്കട്ടെ. ഫസൗഫ യഅലമൂൻ, അവര് പിന്നീട് മനസ്സിലാക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുകയാണ്, പിന്നെ എപ്പോഴാണ് അവര് മനസ്സിലാക്കുന്നതെന്നറിയുമോ? അൽഹാഖുമുത് തകാസുർ ഹത്താ സുറത്തുൽ മഖാബിർ. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾ അവസാനത്തെ ശ്വാസം ഈ ഭൂമിയിൽ നിലച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ, അവിടെ മുതലാണ് നീ മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് ബാലൻസ് ഉള്ളവര്, ലക്ഷക്കണക്കിന് നിങ്ങൾക്ക് ഏക്കർ കണക്കിന് കിരീടമുള്ളവര്, സമ്പാദ്യം എവിടെയൊക്കെ ഉണ്ടെന്ന് തിട്ടമില്ലാത്ത മനുഷ്യ, നിന്നെ കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണെന്നറിയുമോ? 6 അടി മണ്ണിന്റെ ഉള്ളറയാണ്. അത് ആരാട് കുഴിച്ചതെന്ന് പോലും നിങ്ങൾക്കറിയില്ല. 3 ദണ്ഡം വെള്ളത്തുണിയിൽ നിന്നെ കുഴിഞ്ഞുകൊണ്ട് 6 അടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് ഇറക്കി വെക്കുമ്പോ നിനക്കപ്പ തിരിച്ചറിയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാര് പറയുന്നത്, അയാ ജാമിഅ ദുനിയാ ബിഗൈരി ബലാഇഹി ലിമൻ തജ്മഉ ദുനിയാ വഅൻത തമൂതു. ദുനിയാവിന്റെ പിന്നാലെ ഓടി ഓടി ദുനിയാവിനെ വാരിക്കൂട്ടിയവരെ, ലിമൻ തജ്മഉ ദുനിയാ, വീട്ടിൽ കിടന്നുറങ്ങാൻ യാസിയില്ലാതെ കിടന്നുറങ്ങില്ലെന്ന് സാക്ഷ്യം പിടിക്കുന്നവര്, വീട്ടിന്റെ അലങ്കാരമില്ലാതെ കിടന്നുറങ്ങില്ലെന്ന് സാക്ഷ്യം പിടിക്കുന്നവര്, അവരെ കുറിച്ച് പണ്ഡിതന്മാര് പറയുകയാണ്, ദുനിയാവിനെ ഒരുമിച്ച് കൂട്ടുന്ന മനുഷ്യ, നീ മരിക്കുന്നതാണ്, നീ അസ്റായീലിനെ കണ്ടുമുട്ടുന്നതാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇൽമു പഠിച്ച പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുകൊണ്ടപ്പോ മനസ്സിലാക്കാതിരിക്കാൻ പാടില്ല. അതുകൊണ്ട് അതിന് മുമ്പേ നമ്മൾ മനസ്സിലാക്കുക, നമസ്കാരമില്ലാതെ ഖബറിലേക്ക് പോകാൻ കഴിയില്ല. ഒരു വലിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാ. ഒരു പ്രിയപ്പെട്ട സഹോദരൻ മരിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് ആ പ്രിയപ്പെട്ട സഹോദരി ഇറക്കി വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇറക്കി വെക്കുമ്പോ ഒരു വലിയ പണക്കിടിയ കബറിനകത്തേക്ക് വീണു പോവുകയാണ്. കബറെല്ലാം മൂടിക്കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരൻ ആ പണക്കിടിയുടെ കാര്യം ഓർക്കുന്നത്. അല്ലാ, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ചില ആൾക്കാരിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. അങ്ങനെ ആ പണക്കിടി എടുക്കാൻ വീണ്ടും പ്രിയപ്പെട്ട സഹോദരിയുടെ കബറ് തോണ്ടിയ പ്രിയപ്പെട്ട സഹോദരൻ ഇതാ മണ്ണ് മാറ്റിയിട്ട് ആ പലവയങ്ങൾ മാറ്റുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കബറിൽ അല്ലാഹു തീ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഓടി ചെല്ലുകയാണ്, ഉമ്മയുടെ അടുക്കലേക്ക് ഓടി ചെല്ലുകയാണ്. ഉമ്മയോട് പറയാണ്, ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പൊന്നു പെങ്ങളുണ്ടല്ലോ, ആ കബറ് ഞാൻ മാന്തി നോക്കിയപ്പോ അല്ലാഹു തീ കൊണ്ട് നിറച്ചിരിക്കുന്നു ഉമ്മ. ആ പ്രിയപ്പെട്ട പെങ്ങൾ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഇവിടെ വന്നിരിക്കുന്ന മോമിനീങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഇങ്ങനെ നാളമാണ് നമ്മുടെ നിസ്കാരമെങ്കിലല്ലോ നമ്മളെ കൊണ്ടുപോയി 6 അടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് ഇറക്കി വെച്ച് കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ ഫലവും വെച്ച് മൂടിക്കഴിഞ്ഞു പോകുമ്പോ അല്ലാഹു നരകാഗ്നിയുടെ തീക്കുണ്ടാരം കൊണ്ട് കബറിനെ നിറയ്ക്കുമെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മോമിനേ,
ഉമ്മയോട് ചോദിക്കുമ്പോ ഉമ്മ പറയുകയാ, ബാങ്ക് വിളിച്ചാൽ എന്റെ പെങ്ങള് നിസ്കരിക്കില്ലായിരുന്നു, ബാങ്ക് വിളിച്ചാൽ നിങ്ങളുടെ പെണ്ണ് നിസ്കരിക്കില്ലായിരുന്നു, മുഹർ ബാങ്ക് വിളിച്ചാൽ പിന്നെ നിസ്കരിക്കാമെന്ന് കരുതി 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 വീണ്ടും താമസിപ്പിച്ച് അവസാന സമയം വരെ കൊണ്ടെത്തിച്ചിട്ട് നിസ്കരിക്കുന്നവളായിരുന്നു. ആ ഒരു തെറ്റായിരുന്നു എന്റെ പെങ്ങൾക്കുണ്ടായിരുന്നതെന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? നമ്മൾ എവിടെയെങ്കിലും യാത്ര പോയാ നിസ്കരിക്കലുണ്ടോ? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വന്നാ നമ്മൾ നിസ്കരിക്കലുണ്ടോ? നമ്മുടെ വീട്ടിലൊരു കല്യാണം വന്നാ നമ്മളന്ന് നിസ്കരിക്കലുണ്ടോ? പുതിയാപ്പളയും പുതിയ പെണ്ണും റഹ്മത്തായ റാഹത്തായ കാര്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് തന്നെ നിസ്കാരം കളാക്കിയിട്ടല്ല. അന്നാ വീട്ടില് പുതിയാപ്പളയുടെ വാപ്പ നിസ്കരിക്കുന്നില്ല, ഉമ്മ നിസ്കരിക്കുന്നില്ല, തിരക്കാണ്. വീട്ടിലേക്ക് വരുന്ന അതിഥികളെ ഒന്ന് സൽക്കരിക്കണ്ടയോ? വീട്ടിലേക്ക് വരുന്നവരെ സൽക്കരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെയാ അല്ലാഹു നിസ്കാരം ഒഴിവാക്കുന്നവരെയും നിസ്കാരത്തെ അലസമാക്കി കാണുന്നവരുടെയും ഖബറിൽ അല്ലാഹു തീ കൊണ്ട് നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നത് എന്തെന്നറിയുമോ? നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗപർദീസയിൽ കുറെ മുഅ്മിനീങ്ങൾ കയറുമല്ലോ. അവരെല്ലാം സ്വർഗ്ഗത്തിന്റെ ആഡംബരങ്ങളും അനുഭൂതികളും എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ അവര് നരകത്തിലേക്ക് നോക്കുകയാണ്. ആ നരകത്തിൽ കിടക്കുന്നവരോട് ചോദിക്കുകയാണ്. നരകവാസികൾ തന്നെ അവരോട് മറുപടി പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ആ നരകത്തിൽ കിടക്കുന്നവരോട് സ്വർഗ്ഗവാസികൾ ചോദിക്കുകയാണ്, മാ സലകക്കും ഫീ സഖർ. സഖർ എന്ന് പറയുന്ന ലവാഹത്തുൽ ബശറായ തൊലികൾ മുഴുവനും കരിച്ചു കളയുന്ന അത്യത്ഭുതമായ നരകമുണ്ടല്ലോ. ഒരു മനുഷ്യനും താങ്ങാൻ കഴിയാത്ത സഖർ എന്ന നരകത്തിൽ നിങ്ങൾ എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് സഖറിന് ശിക്ഷ അനുഭവിക്കുന്ന പാപികളായ മനുഷ്യരോട് ചോദിക്കുമ്പോ അവര് പറയുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കാലോ ലം നകു മിനൽ മുസല്ലീൻ. അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് ഹയ്യാലസ്സലാ ഹയ്യാലസ്സലാ ബാങ്കുളി മുഴങ്ങിയിട്ട് അതിന് മറുപടി കൊടുക്കാത്തവരാ. അവര് പറയുകയാണ്, കാലൂലം ലം നകു മിനൽ മുസല്ലീൻ. ബാങ്ക് കേട്ടപ്പോ ഒരുപാട് പേരെന്നെ നിസ്കരിക്കാൻ വിളിച്ചതാണ്, ഞാൻ പോയില്ല. ഒരുപാട് പേര് നിസ്കരിക്കാൻ വിളിച്ചതാണ്, ഞാൻ പോയില്ല. ഞാൻ നിസ്കരിക്കുന്നവരുടെ കൂടെ പോലും ആയിരുന്നില്ല. അതുകൊണ്ടാണ് അല്ലാഹു എന്ന സഖർ എന്ന നരകത്തിലേക്ക് വലിച്ചിട്ടതെന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. സഖർ എന്ന നരകത്തിനെ അല്ലാഹു ആ ശിക്ഷകൾ കൊണ്ട് ശിക്ഷിക്കാൻ വേണ്ടി 11 മലക്കുകളെയാണ് ഏർപ്പെടുത്തിയതെന്ന് തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിസ്കാരം കളാക്കുന്നവര് സൂക്ഷിക്കണേ. എപ്പോഴാണ് അസ്റായീൽ കൊണ്ടുപോകുന്നതെന്നറിയില്ല. രാവിലെ കണ്ടവന് വൈകുന്നേരം പൊതിയേണ്ട അവസ്ഥയാണ്.